ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് മറ്റൊരു പുത്തനാശയക്കാരനായ ഒരു മൗലവിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ്, പ്രകീർത്തനങ്ങൾ, മൗലിദ് സദസ്സുകൾ, ഇതൊക്കെ ബിദ്അത്താണ്, അങ്ങനെ ഒരു സ്വഹാബിയും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ആകത്തുക. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അല്പഭാഗം നമുക്ക് കേൾക്കാം. അതിൽ അദ്ദേഹം പറയുന്നത്, ബഹുമാനപ്പെട്ട വഫാത്തായിപ്പോയ ബഹുമാനപ്പെട്ട നമ്മുടെ മർക്കസിലൊക്കെ ഉസ്താദായിരുന്ന ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരല്പഭാഗം അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് ക്ലിപ്പാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ സലഫി മൗലവി, ഈ പുത്തനാശയക്കാരനായ വഹാബി മൗലവി പ്രസംഗിക്കുന്നത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദ് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലിയിരുന്നു എന്ന് പറയുമ്പോൾ ഈ സലഫി പറയുകയാണ്, അത് പച്ചക്കള്ളമാണ്, ഇസ്ലാമിലില്ല എന്ന്. നമുക്ക് ഈ ചെറിയ പി ഉസ്താദ് പ്രസംഗിച്ച ക്ലിപ്പ്, അപ്പോൾ സലഫിയുടെ പ്രസംഗത്തിൽ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ആ ക്ലിപ്പ് ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ സഹാബിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹസ്സാൻ ബിൻ സാബിത്ത് ചെല്ലാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷവും അബൂ ഹുറൈറ തുടങ്ങിയ മഹാന്മാരായ സഹാബിമാരെ പങ്കെടുപ്പിച്ച് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് മൗലിദ് ഓതി. ഇദ്ദേഹം ഈ പറഞ്ഞതും പച്ച നുണയാണ്. പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷത്തിന് തുടക്കം സഹാബാക്കളും നടത്തിയിട്ടില്ല. പ്രവാചകന്റെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല, ശേഷവും ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം പറയുന്നത്, ഈ സലഫി മൗലവി പറയുന്നത്, സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലോ ശേഷമോ ഒരു സ്വഹാബിയും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലിയിട്ടില്ല എന്നാണ് ഈ സലഫി പറയുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് എന്താണ്? ഉസ്താദ് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷവും സ്വഹാബാക്കൾ മദ്ഹ് ചൊല്ലിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സലഫി പറയുന്നത്. അങ്ങനെ ഒരു സ്വഹാബിയും ചൊല്ലിയിട്ടില്ല എന്നാണ് ഈ സലഫിയുടെ വാദം. അത് എത്രത്തോളം ബാലിശമാണ് എന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹം പറയുന്നത് പച്ചക്കളവാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ക്ലിപ്പ് ഒന്നുകൂടി കേട്ട് നോക്കി നിങ്ങൾ. ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് ഹസ്സാൻ ബിൻ സാബിത്ത് എന്ന് പറയുന്ന സഹാബി അങ്ങനെ ചെയ്തു എന്നാണ്. ഹസ്സാൻ ബിൻ സാബിത്ത് എന്ന് പറയുന്ന ഒരു സഹാബി പ്രവാചകന്റെ കാലഘട്ടത്തിലും കാലഘട്ടത്തിന് ശേഷവും പ്രവാചകന്റെ ജന്മദിനത്തിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, മൗലൂദൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ആഘോഷിച്ചിട്ടുണ്ട്. ഇന്ന് മുസ്ലിയാക്കന്മാർക്ക് അത് തെളിവാണ് എന്ന രീതിയിലാണല്ലോ പറഞ്ഞത്. ഇത് പച്ചക്കളവാണ്, ഇത് പച്ചക്കളവാണ്, ഇത് പച്ചക്കളവാണ്. അല്ല എങ്കിൽ ഏത് പുസ്തകത്തിൽ, ഏത് കിതാബിലാണ് ഇതുള്ളത് എന്ന് ഇദ്ദേഹം ഏതായാലും പറയില്ല. ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹത്തെയൊക്കെ വലിയ തമ്പുരാനായി കൊണ്ട് നടന്ന മുസ്ലിയാക്കന്മാർ പറയണം. കമന്റ് ബോക്സിൽ വന്ന് തെറിയഭിഷേകം നടത്തുന്ന പുരോഹിതന്മാരായാലും മതി, അവർ പറഞ്ഞാലും മതി, ഏത് ഗ്രന്ഥത്തിലാണ് ഇങ്ങനെയുള്ളത്. മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസ് ആരാ ഉദ്ധരിക്കുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അവർ പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു മർറ ബി ഹസ്സാൻ റളിയല്ലാഹുവിൻ്റെ അരികിലൂടെ നടന്നുപോയി. വഹു ഇൻഷിദു ഷഅറഫിൽ മസ്ജിദ്, പള്ളിയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഫലഹള ഇലൈഹി അന ഉമർ റളിയല്ലാഹു അൻഹു ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ഒന്ന് നോക്കി. ഫഖല ഖദ് ഉൻഷിദു ഫീഹി ഖദ് ഉൻഷിദു ഖദ് കുന്തു ഉൻഷിദു വഫീഹി മൻ ഹുവ ഖൈറു മിൻക. അവർ ഉമർ റളിയല്ലാഹു അൻഹു ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഇതിൽ റസൂലുള്ളാഹിൻ്റെ പാട്ടാണ് ഞാൻ പാടുന്നത്, ഞാൻ പാടാറുണ്ട്, അതിൽ നിങ്ങളെക്കാൾ ഖൈറായ ആൾ അതാരാ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ് അതിലുള്ളത്, അത് പാടാറുണ്ട് എന്ന് പറയും. എന്നിട്ട് പറയുക, സുമ്മ ഇൽതഫത ഇലാ അബീ ഹുറൈറ, അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നോക്കി ഫഖാല അൻഷുദുകല്ലാഹു അസമീത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അജ്ബനി ഐ അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദൂസ് ഖാല അല്ലാഹുമ്മ നഅം. അപ്പോൾ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ കേട്ടിരുന്നു റസൂൽ അങ്ങനെ പറഞ്ഞത് എന്നെപ്പറ്റി പറഞ്ഞില്ലേ? അതെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദൂസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തത് അത് ശരിയാണ് എന്ന്. ഇപ്പം ഈ പാടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇല്ല. അപ്പോൾ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് പാട്ട് പാടിയിട്ടുണ്ട്. ഹജൗത മുഹമ്മദൻ എന്ന് പറയുന്നൊരു ബൈത്ത്. ആ ബൈത്തിൽ ശത്രുക്കളെ പ്രകോപിപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പാടുകയും രണ്ടും സമ്മിശ്രമായിട്ടായിരുന്നു ആ പാട്ടിലുള്ളത്. അത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് തന്നെ മറ്റൊരിക്കൽ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയ ബൈത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകാരം കൊടുത്തതാണ്. പിന്നീട് എന്തായി? പിന്നെ അതിന് ശേഷം പിന്നെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടാറുണ്ടായിരുന്നു. ഈ പാടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടും ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ട്. ആ പാടിയും തെളിവാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാമുന നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുസ്ലിം ഏറ്റവും ആധികാരിക പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു. ആ നബവി ഇമാം അവിടുത്തെ ശറഹ് മുസ്ലിമിൽ പറഞ്ഞു, എന്ത്? ഫീഹി ജവാസു ഇൻഷാദി ശിഅരി ഫിൽ മസ്ജിദി ഇദാ കന മുബാഹ. പള്ളിയിൽ വെച്ചുകൊണ്ട് നല്ല പാട്ട് പാടാം, ഹലാലായ പാട്ടൊക്കെ പാടാം. വസ്തിഹ്ബാബുഹു, ഇത് സുന്നത്താകും. ഇദാ കന ഫി മമാദിഹിൽ ഇസ്ലാമി വഅഹ്ലിഹി, ഇസ്ലാമിൻ്റെ അഹ്ലുകാർ ഇസ്ലാമിനെ പറ്റിയാണെങ്കിൽ ആ പാട്ട് സുന്നത്താണ് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു പാടുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള പാട്ടാണെങ്കിലോ റസൂലുള്ളാഹി ഏറ്റവും വലിയ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാട്ട് പള്ളിയിൽ വെച്ച് പാടുന്നത് സുന്നത്താണ്. ബിൽ ഔല മനസ്സിലാവൂലേ? ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇത് വളരെ വ്യക്തമായ കാര്യമാണ്. ഈ കാര്യം ആർക്കും ബോധ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാട്ട് പള്ളിയിൽ വെച്ച് പാടുന്നത് സുന്നത്താണ് എന്നാണ് നബവി ഇമാം പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. ഇതേ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തന്നെ സ്വഹാബികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വെച്ച് പാടിയപ്പോൾ, മസ്ജിദിൽ വെച്ച് പാടിയപ്പോൾ ഒരു സ്വഹാബാക്കളും എതിർത്തിട്ടില്ല. അവിടെ കുറേ സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു, ഒരാളും എതിർത്തിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹിജറ 321 വഫാത്തായ ഇമാം ത്വഹാവിയുടെ ശർഹു മആനിൽ ആസാർ എന്ന കിതാബിൽ പറഞ്ഞത് കാണാൻ കഴിയും. അതിൽ കാണാൻ കഴിയും എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വെച്ച് പാടിയപ്പോൾ ഒരാളും എതിർത്തിട്ടില്ല എന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണാം. ഞാൻ വായിച്ചു തരാം. فقال له حسان رضي الله عنه قد كنت انشد فيه الشعر لمن هو خير منك ذلك بحضرة اصحاب رسول الله സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളെ സാന്നിധ്യത്തിലായിരുന്നു ഈ പാട്ട് പാടിയത്. ഫലം യൻകിർ ദാലിക അലയ മിൻഹും അഹദുൻ, ആ സ്വഹാബാക്കൾപ്പെട്ട ഒരാളും എതിർത്തില്ല. വലാ യൻകിറു അലൈഹി അയ്ദൻ ഉമറു റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പോലും ഈ സംഭവത്തെ, ഈ കാര്യത്തെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ എതിർത്തില്ല. എന്തേ കാരണം? അത് സുന്നത്താണ്. പള്ളിയിൽ വെച്ചുകൊണ്ട് പാടൽ സുന്നത്താണ്. നോക്കൂ നിങ്ങൾ, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പള്ളിയിൽ വെച്ച് ഓതാറുണ്ടായിരുന്നു, പാടിയിട്ടുണ്ട്. അങ്ങനെ പാടിയിട്ടുണ്ടെന്ന് മാത്രമല്ല ഒരു സ്വഹാബാക്കളും അത് എതിർത്തിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയൊരു പ്രമുഖ സ്വഹാബികളുണ്ട്, ഒരാളും അത് എതിർത്തില്ല. അനായിരുന്നെങ്കിൽ പാട്ട് പാടലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പാടൽ തെറ്റായിരുന്നുവെങ്കിൽ സ്വഹാബാക്കൾ എതിർക്കേണ്ടതല്ലേ? ഇത് തന്നെയല്ലേ മൗലിദുകൾ നടക്കുന്നത്? മൗലിദ് മുഴുവനും അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ് മൗലിദുകളിൽ മുഴുവനുമുള്ളത്, വേറൊന്നുമില്ലല്ലോ. അത് പള്ളിയിൽ വെച്ച് ചൊല്ലുന്നു, ആ പള്ളിയിൽ പുറത്ത് വീടുകൾ ചൊല്ലുന്നു. ഇത് തെറ്റാകുന്ന എപ്പോഴാണ്? ഹറാമാകുന്ന എങ്ങനെയാണ്? മനസ്സിലാകുന്നില്ല. ഇവർ ലോജിക്കും ഇവരുടെ തിയറികളും ഒന്നും മനസ്സിലാകുന്നില്ല. ലോക മുസ്ലിങ്ങൾ ഒന്നടങ്കം ചെയ്തു പോരുന്ന
പണ്ട് മുതൽക്ക് തന്നെ എല്ലാവരും ചെയ്തു വരുന്ന അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ്, അതിന് പുണ്യമുണ്ട്, കൂലിയുണ്ട്, സവാബുണ്ട്. എല്ലാ ആലിമീങ്ങളും അംഗീകരിച്ച കാര്യമാണ് മൗലിദുകൾ നടത്തുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തിനന്നും അതിന് ശേഷമാണെങ്കിലും മുമ്പാണെങ്കിലും ഏത് ദിവസമാണെങ്കിലും മദ്ഹ് ചെല്ലാം, മൗലിദുകൾ ചെല്ലാം. അത് തെറ്റാണെന്ന് ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല, ലോകത്തുള്ള ഒരാളും പറഞ്ഞിട്ടില്ല. ഈ ആധുനിക കാലത്ത് തലപ്പൊക്കിയ സലഫിസ്റ്റുകളല്ലാതെ, വഹാബികളല്ലാതെ, പുത്തനാശയക്കാരല്ലാതെ ഒരാളും പറഞ്ഞിട്ടില്ല. ഇപ്പം തന്നെ ഈ മൗലവി പച്ചക്കള് പറഞ്ഞ് കേട്ടില്ല നിങ്ങൾ, ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയിട്ടില്ല എന്ന് മുസ്ലിമിൻ്റെ ഹദീസിലുണ്ട്. ഇതിന് സമാനമായ സംഭവം ബുഖാരിയിലുണ്ട്, ഇതിന് സമാനമായ സംഭവം ഇമാം മുസ്നദിലുണ്ട്. ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഈ സംഭവങ്ങൾ കാണാൻ കഴിയും. ഇവിടൊക്കെ കാണാൻ കഴിയും ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പള്ളിയിൽ വെച്ച് പാടി എന്നുള്ളത് ഒരു വട്ടമല്ല, ഒരുപാട് തവണ പാടിയിട്ടുണ്ട്. ആദ്യം മുമ്പൊരിക്കൽ പാടി ഹജൗത്ത മുഹമ്മദൻ എന്ന് തുടങ്ങുന്ന ബെയ്ത്ത്, അതിനുശേഷം വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇവർ പറയുന്നത് പച്ചക്കള്ളമാണ്. ഈ സലഫികൾ പാടി സാധാരണക്കാരായ ആളുകളുടെ ഈമാൻ നശിപ്പിക്കുവാനും ഈമാൻ ചോദ്യം ചെയ്യുവാനും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്ത് ഇല്ലാതാക്കുവാനും ചെയ്യുന്ന ശ്രമങ്ങളാണ് ഈ സലഫികൾ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരം സലഫികളുടെ, ഇത്തരം വഹാബികളുടെ വീഡിയോയിൽ, ഇത്തരം വഹാബികളുടെ ചതിയിൽ നിങ്ങൾ പെട്ടു പോകരുത് എന്ന് മാത്രം പറയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇനിയും ഇൻഷാ അല്ലാഹ് സലഫികളുടെ അവരുടെ സലഫികളുടെ കള്ളപ്രചരണം, സലഫികളുടെ ആശയ പാപ്പരത്വം, ഇൻഷാ അല്ലാഹ് അവരുടെ ആദർശം, സലഫികളുടെ ആദർശം തെറ്റാണ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.